ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्ण करुणा सिंधु दीनबंधो जगत्पदे गोपेश गोपिका कांदा राधा कांदा नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे श्रीकृष्णचैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पङ्गुं लङ्घयति गिरिमित्कृपातमहं वन्दे श्रीगुरुदीनतारणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീത 5-ാമത്തെ അധ്യായം ശ്ലോകം 25 നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. 26-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. ഇപ്പോൾ കാമക്രോധാവിമുക്താനാം യതീനാം യതചേതസാം അഭിഷ്ടോ ബ്രഹ്മനിർവാണം വരത്തെ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാമക്രോധാവിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ ആരെങ്കിലും ശ്ലോകം വായിക്കുന്നു? ഹരേ കൃഷ്ണ. കാമക്രോധവിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, വിവർത്തനം വായിച്ചോളൂ ആരെങ്കിലും ഒരാൾ. ഹരേ കൃഷ്ണ. കാമക്രോധങ്ങൾ ഒഴിച്ച് അക്ഷരത്വത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. മുക്തിക്ക് വേണ്ടി നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്ന പവിത്രാത്മാക്കളിൽ വെച്ച് ഉത്തമനാണ് കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ. ഭാഗവതം 4.22.39 ഇതിനെ അനുകൂലിക്കുന്നു. യത്പാദ പങ്കജ പലാശ വിലാസ ഭക്ത്യ കർമാശയം ഗ്രഥിതമുദ്രഥയന്തി സന്ത തദ്വന്നരി അതിരിക്തമതയോ യതയോ വിരുദ്ധ ശ്രോതോ ഗണാസ്മരണം ഭജ വാസുദേവം. കാമ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങളെ പിഴുതെടുത്ത ശേഷം ഭഗവത് പാദസേവയിൽ മുഴുകി അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നവരാണ് ഭക്തന്മാർ. അവരെ പോലെ ഇന്ദ്രിയ സുഖങ്ങളുടെ അദമ്യമായ ത്വരയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മഹർഷീശ്വരന്മാർക്ക് പോലും സാധിക്കുന്നില്ല.
കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ആഗ്രഹം ബദ്ധനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നി കിടക്കുകയാണ്. ഏറെ പരിശ്രമിച്ചാലും മഹർഷിമാർക്ക് പോലും അത്തരം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട്. കൃഷ്ണാവബോധത്തോടെ നിരന്തരം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തനാകട്ടെ പൂർണ്ണമായ സാക്ഷാത്കാരം നേടി പെട്ടെന്ന് തന്നെ പരമപദപ്രാപ്തി ലഭിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തെ പറ്റി പൂർണ്ണ ജ്ഞാനമുള്ള അയാൾ എപ്പോഴും സമാധിയിലാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. ദർശനധ്യായ സംസ്പർശേർ മത്സ്യകൂർമ്മ വിഹം ഗമാം സ്വാനപത്യാദി പുഷ്ണന്തി തഥാ ഹമപി പത്മജ. ദർശനം, ധ്യാനം, സ്പർശം എന്നിവ കൊണ്ട് മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോരുന്നു. ഹേ പത്മജ, ഞാനും അങ്ങനെ തന്നെ. നോട്ടം കൊണ്ട് മാത്രമാണത്രേ മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. ആമ ധ്യാനം കൊണ്ടും. ആമ കരയിലാണ് മുട്ടയിടുന്നത്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളിൽ മനസ്സൂന്നുകയും ചെയ്യുന്നു. അതുപോലെ കൃഷ്ണാവബോധമുള്ള ഭക്തനും ഭഗവത് ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനെങ്കിലും നിരന്തരമായ ധ്യാനം കൊണ്ടും കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ടും ആ ധാമത്തിലേക്ക് സ്വയം ഉയരാം. ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അയാൾക്ക് അനുഭവപ്പെടില്ല. സദാ പുരുഷനിൽ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത ഈ അവസ്ഥയാണ് ബ്രഹ്മനിർവ്വാണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, those who are free from anger and all material desires, who are self-realized, self-disciplined, constantly endeavoring for perfection, are assured of liberation in the Supreme in the very near future. So again ഭഗവാൻ വീണ്ടും ഒരു അഷുറൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ശ്ലോകങ്ങൾ കാണാം ഭഗവത്ഗീതയിൽ, ത്രൂ ഔട്ട് കാണാം ഭഗവാൻ അഷുറൻസ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ. ഭഗവാൻ പറയുന്നു, ഇന്നതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മുക്തിയാണ്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഭഗവത് ധാമത്തിലേക്ക് വരാൻ സാധിക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം ഉറപ്പുകൾ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രോമിസ് ചെയ്യുന്നു. പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഇല്ലാതെയല്ല പ്രോമിസ്. ആ കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെയും അതാണ് പറയുന്നത്. ആരാണോ ദേഷ്യത്തിൽ നിന്നും ഭൗതികമായിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാത്തവർ, ആർക്കാണോ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളത്, ആരാണോ അച്ചടക്കത്തോടുകൂടി അതേപോലെ തന്നെ നിശ്ചയദാർഢ്യത്തോടുകൂടി പരിശ്രമിക്കുന്നത്, ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് മുക്തി ഉടനെ തന്നെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കുള്ള ടേക്ക് ഹോം പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ദേഷ്യം, അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഇച്ഛകൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, മെറ്റീരിയൽ ഡിസയേഴ്സ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ ഡിസയറും അതേപോലെ ദേഷ്യവും തമ്മിൽ കണക്ഷനുണ്ട്. ശ്ലോകം ഏതാണ് പറയൂ? ക്രോധാത് ഭവതി സമോഹ, സമോഹ സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. അത് 6. പിന്നെ മറ്റേതുണ്ട് ധ്യായത്. എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്? ധ്യായതോ വിഷയാൻ പുംസ, അവിടെയാണ് ആഗ്രഹങ്ങൾ. ധ്യായതോ വിഷയാപുംസ സംഗസ്തേഷുപജായതേ, സംഗസംജായതേ കാമ, കാമാത് ക്രോധാഭിജായതേ. ഓക്കെ. കാമമാണ് ഇവിടെ മെറ്റീരിയൽ ഡിസയർ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് അത്യാഗ്രഹമൊക്കെ ഉള്ളത്. ധ്യായതവും വിഷയപുംസ, വിഷയവസ്തുക്കളിൽ നമ്മൾ കൂടുതൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ, വിഷയവസ്തുക്കൾ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ധ്യാനിക്കുകയാണെങ്കിൽ അതിനോട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് വരുന്നു. അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ പിന്നെന്താണ്? അത് കിട്ടാതെ വരുമ്പോൾ ദേഷ്യം വരുന്നു, അല്ലേ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയണേ, എന്താ ചെയ്യണേന്ന് അറിയില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് നമ്മൾ അധപതിക്കുന്നു, നമ്മൾ തകർന്നു പോകുന്നു, അല്ലേ? ഇതെല്ലാം കണക്റ്റഡാണ്. സോ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ദേഷ്യം എന്നൊക്കെ പറയുന്നത് കണക്റ്റഡാണ്. നമുക്ക് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ ദേഷ്യം വരുന്നു.
ഈ ദേഷ്യത്തിനുള്ള സോഴ്സ് അതാണ് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ. ഒന്നില്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ മറ്റാൾ ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ദേഷ്യം വരുന്നു. അങ്ങനെ പല റീസൺസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നോക്കുവാണെങ്കിൽ അണ്ടർലൈനിങ് അതിലൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ആർക്കാണോ ഈ ആഗ്രഹങ്ങളോ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ദേഷ്യം ഒക്കെ അതിൽ നിന്ന് മുക്തരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരും അതേപോലെ തന്നെ ആത്മസാക്ഷാത്കാരം നേടിയവരും. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. സോ ഇവിടെ പറയുന്നു, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളില്ലാത്തവർ, ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവർ, ആത്മസാക്ഷാത്കാരം നേടിയവർ. ആത്മസാക്ഷാത്കാരം നേടുമെന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. മനസ്സിലാക്കുന്നു ഞാൻ ശരീരമല്ല ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ് എന്നുള്ള ബോധ്യം നമുക്ക് വരുന്നു. ബോധ്യം വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലും ആത്മസാക്ഷാത്കാരം എന്ന് നമുക്ക് കുറച്ച് പറയാൻ സാധിക്കും. ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ എന്താ പറയുക, ഭഗവത് പ്രാപ്തി എന്ന് പറയുന്നത് പിന്നെയും മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു, ഡിസിപ്ലിൻ. അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യും എന്ന് പ്രതിജ്ഞ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടി കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ. ഇത് വളരെ അത്യാവശ്യമാണ്. ഈ പറയുന്ന സെൽഫ് ഡിസിപ്ലിനും അതേപോലെ അടുത്ത പോയിൻറ്റും, അതായത് കോൺസ്റ്റൻ്റ്ലി എൻഡവറിങ് ഫോർ പെർഫെക്ഷൻ, അതായത് പെർഫെക്ഷനിലേക്ക് എത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക, അതായത് നിരന്തരമായിട്ടുള്ള പരിശ്രമം. ഈ രണ്ട് പോയിൻ്റാണ് നമുക്ക് ആക്ച്വലി ഇതിൽ നിന്ന് നമ്മുടെ സാധനയിൽ നമ്മൾ കൊണ്ടുവരേണ്ട രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസിൽ കൊണ്ടുവരേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ വീക്കായി പോവും, ചില സമയങ്ങളിൽ നമ്മുടെ കോൺഫിഡൻസ് പോവും, ചില സമയങ്ങളിൽ നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ നടക്കാതെ വരും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പല പല ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടി വരും, അങ്ങനെ കയറി വന്ന അവസാനം ഫോക്കസ് ചെയ്യാൻ പറ്റാതെയാവും. പല പല ഇന്ദ്രിയങ്ങളുടെ, ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ സെൻസസ് നമ്മളെ ചിലപ്പോൾ പല വഴിക്കും കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. മനസ്സിനെ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് അങ്ങനെ സുഗമമായിട്ടുള്ള ഒരു പാതയല്ല. ശരിക്കും നമുക്ക് ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തണമെങ്കിൽ സുഗമമായിട്ടുള്ള പാത എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് പ്രാക്ടീസ് ചെയ്യുന്ന പ്രോസസ്സ് വളരെ റിലീഷിംഗ് ആണ്, അതല്ല പറയുന്നത്. അത് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫെക്ഷനിലേക്ക് എത്തുകയും വേണം, എന്നാൽ അതേ സമയത്ത് പണിയെടുക്കാനും വയ്യ എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക, കോൺസ്റ്റൻ്റായിട്ട്. അതായത് എന്തെങ്കിലും ഫെയിലിയർ വന്നു, എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാലും കുഴപ്പമില്ല, എന്നാലും എഴുന്നേറ്റ് നിന്ന് ഒരു ധൈര്യത്തോടു കൂടി, ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് വീണ്ടും പോവുക. ഭഗവാന്റെ കൃപയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായി, എന്ത് തകർച്ച വേണമെങ്കിലും സംഭവിക്കട്ടെ, എന്ത് വീഴ്ച വേണമെങ്കിലും സംഭവിക്കട്ടെ, അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ തിരിച്ച് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കണം. അതാണ് കോൺസ്റ്റൻ്റ്ലി എൻഡവറിങ്, നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ അവസാനം ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നമുക്ക് തിരിഞ്ഞു നോട്ടമില്ല, നേരെ നോക്കി നടക്കുകയാണ്. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതായത് പിന്നെ വേറെ വഴി മാറിപ്പോകേണ്ട ആവശ്യമില്ല. അതിൽ കൺസിസ്റ്റൻ്റായിട്ട് കംപ്ലീറ്റ്ലി നമ്മളതിൽ
ഫോക്കസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എൻഡവർ വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്നതിൽ ഫുൾ മനസ്സോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, കുറേയൊക്കെ മെക്കാനിക്കലായിരിക്കും, അതൊന്നും സാരമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മളിത് ചെയ്യുവാനുള്ളൊരു പരിശ്രമമുണ്ടോ, അവിടെയാണ് കാര്യം. അല്ലാതെ അവിടെ മടി പിടിച്ച് നമ്മൾ തോന്നിയ പോലെ സ്ലാക്കൻ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്യുക. പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. പോസ്റ്റ്പോൺ ചെയ്യുക, ഇന്ന് വേണ്ട, നാളെ തൊട്ട്. ഈ നാളെ ഒരിക്കലും വരലുണ്ടാവില്ല, അതാണ് പ്രശ്നം. സോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ചിട്ടയോടുകൂടി നമ്മൾ സാധന അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം മിസ് ഹോളിനസ് ശ്രീകൃഷ്ണ ചൈതന്യ സ്വാമി മഹാരാജിൻ്റെ ഒരു ചെറിയൊരു 5 minutes, ഒരു 10 minutesൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു നിതായ് നാരേശ്വർ പ്രഭുവിൻ്റെ വീട്ടിൽ വെച്ച്. നമ്മളവിടെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു ഇപ്പോഴും. അദ്ദേഹം ആരോ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതുപോലെ കോൺസ്റ്റൻ്റായിട്ട് സ്പിരിച്വൽ അതായത് സാധന കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനുള്ള മാർഗ്ഗം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിൽ എന്നും എൻ്റെ സാധന എഴുതാറുണ്ട്, എൻ്റെ സാധന ചാർട്ട് ഞാൻ ഇതിൽ എഴുതും. ആരെയും റിപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് തന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് എന്തൊക്കെ സർവീസസാണ് ചെയ്തത്, ഇന്നൊക്കെ ഞാൻ എന്ത് കാര്യങ്ങളാണ് ചെയ്തത്, എത്ര ക്ലാസ് എടുത്തു, ഏത് ഭാഗം എന്താണ് എടുത്തത്, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് എന്തൊക്കെയാണോ, സർവീസസ് എന്താണോ ചെയ്യുന്നത്, അതൊക്കെ അദ്ദേഹം എഴുതി വയ്ക്കുന്നു എന്ന് പറഞ്ഞു കാണിച്ചു. എഴുതിയത് കാണിച്ചെന്നില്ല, പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നു പറഞ്ഞ് പുസ്തകം എടുത്ത് അദ്ദേഹം ബാഗിൽ നിന്ന് എടുത്തു. അപ്പോൾ അത് സന്യാസിയാണ് അദ്ദേഹം, സന്യാസ ആശ്രമത്തിലിരിക്കുന്ന വ്യക്തിയാണ്. സോ അദ്ദേഹം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യേണ്ട എന്നുള്ളതല്ലേ. അതുകൊണ്ട് നമ്മളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ഈ ഒരു ജേണിയിൽ അല്ലേ. സോ തീർച്ചയായിട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി വെക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാലാണ് നമുക്ക് കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന കാര്യം നമുക്ക് ഓർമ്മയില്ല. നമ്മൾ വിചാരിക്കും ഇതിൻ്റെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അത് എനിക്ക് ഓർമ്മയുണ്ടാവും. ഒരു തലേ ദിവസത്തെ തന്നെ നമുക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. ഒരു മണിക്കൂർ മുമ്പത്തെ ഓർമ്മയില്ല, പിന്നെയാണ് ഇനി മുന്നുള്ള ദിവസങ്ങളിലെ. അപ്പോൾ ആ കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? എങ്ങനെ നമുക്കത് ഇപ്പോൾ ദീക്ഷാഗുരുവിനോ അത് സബ്മിറ്റ് ചെയ്യില്ലേ എന്നുള്ളത് സെക്കൻഡ് കാര്യം. ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു അനാലിസിസിന് വേണ്ടി നമ്മൾ എവിടെ വരെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വളരെയധികം ഹെൽപ്ഫുൾ ആവും ഇത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൺസിസ്റ്റൻസി നമുക്ക് നഷ്ടപ്പെടും. കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വീക്കാവുന്നത് നമ്മൾ തന്നെ അറിയില്ല. അതാണ് പ്രശ്നം. മായ ഈസ് വെരി സ്ട്രോങ്. നമ്മൾ വീക്കാവുന്നത് നമ്മൾ അറിയില്ല. ഇതാണ് പ്രശ്നം. നമ്മൾ വീക്കായി നമ്മൾ സ്ലാക്കനായി നമ്മൾ കുറേ അങ്ങോട്ട് താഴോട്ട് വരുമ്പോഴാണ് നമുക്കൊരു ബോധം വരിക. പിന്നെ അപ്പോൾ നമ്മൾ തിരിച്ചറിയും, ഞാൻ ഒരുപാട് താഴോട്ട് വന്നു. അല്ലെങ്കിൽ താഴോട്ടെന്ന് പറയുന്ന ഉദ്ദേശിച്ച് ഒരുപാട് പുറകോട്ട് പോയി, ബാക്കിയുള്ളവരൊക്കെ നേരെ പോകുന്നുണ്ട്, ഞാൻ പുറകോട്ട് പോയി എന്നുള്ളൊരു ഫീലിംഗ് പിന്നെ വരും. പിന്നെ മേക്കപ്പ് ചെയ്ത് ക്യാച്ചപ്പ് ചെയ്യാൻ സമയമെടുക്കും അല്ലേ. ഓക്കെ, അങ്ങനെ സംഭവിച്ചാലും നമ്മൾ ക്യാച്ചപ്പ് ചെയ്യണം, അത് വേറെ കാര്യം. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡിസിപ്ലിനോടുകൂടി ചെയ്യുക. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമയം അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അത് പ്രോപ്പർലി കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് അതിനുള്ളൊരു എഫേർട്ടെങ്കിലും എടുക്കുക. അതാണ് മെയിൻ കാര്യം. എഫേർട്ടും ഇല്ല, ഒന്നുമില്ലെങ്കിൽ കാര്യമില്ല. അങ്ങനെ ഒരു കാര്യമേ എനിക്കറിയില്ല. എൻ്റെ ഗുരുവോ ശിക്ഷാഗുരു ആരാണ് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയും. ആര് പറഞ്ഞു എന്നോട്? ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് എന്ത് റെസ്പോൺസിബിലിറ്റിയാണുള്ളത് ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കാൻ, അറിയിക്കാൻ? നോ പ്രോബ്ലം, വേണ്ട. നമ്മൾ ഓരോരുത്തരും സ്വന്തം വണ്ടിയാണ് ഓടിക്കുന്നത്. ഈ ടാക്സി സർവീസ് ഇവിടെ മാത്രമേ ഉള്ളൂ. സ്പിരിച്വൽ വേൾഡിലേക്ക് പോകണമെങ്കിൽ ടാക്സി സർവീസ് ഒന്നുമില്ല. നമ്മൾ നമ്മുടെ വണ്ടി ഓടിച്ച് പോകണം. അവിടേക്ക് പോകണമെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. സിൻസിയറായിട്ടുള്ള നമ്മുടെ സാധന,
അതായത് അറ്റ്ലീസ്റ്റ് അതിനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഭഗവാൻ ഹെൽപ്പ് ചെയ്യും നമ്മളെ, ഗുരുവും ഹെൽപ്പ് ചെയ്യും, ഗുരുവിൻ്റെ മെർസി ഉണ്ടാവും. എഫേർട്ട് എടുക്കാതെ നമ്മൾ മടി കൂടിയിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? പിന്നെ മടി കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സോ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് തിരിച്ചു വരണം. ട്രാക്കിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങളോടുള്ളതല്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. ദിസ് ഈസ് ഫോർ മീ, ഐ എം സ്പീക്കിംഗ് ടു മൈ സെൽഫ് ആക്ച്വലി. സോ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ ഞാൻ പറയുന്നതല്ല, ഇവിടെ ശ്ലോകത്തിൽ കൃഷ്ണൻ നേരിട്ട് പറയുന്നതാണ്. ശീല പ്രഭുജിയുടെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം എന്ത് പറയുന്നു നോക്കാം. Of the saintly persons who are constantly engaged in striving towards salvation, one who is in Krishna consciousness is the best of all. അപ്പോൾ മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്ന, കോൺസ്റ്റൻ്റായിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുന്ന പല ആളുകളുമുണ്ട്. അതായത് ധ്യാനികളുണ്ട്, ജ്ഞാനികളുണ്ട്, പിന്നെ പല ടൈപ്പ് ഓഫ് പ്രോസസ്സസ് ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇവിടെ ശീലപ്രഭാജി പറയുന്നു, എന്നാൽ അതിലെല്ലാം വെച്ച് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന, കൃഷ്ണാവബോധത്തിലുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട് ആ പരംപദത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളവർ എന്ന് പറയുന്നു. ശീലപ്രഭാജി എന്നിട്ട് ഇവിടെ 4-ാമത്തെ സ്കന്ധം 22-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ട് പറയുന്നു, just to worship in devotional service Vasudeva, the supreme personality of Godhead. Just try to worship. ഈ ശ്ലോകത്തിൽ പറയുന്നതാണ്, just try to worship the supreme Lord Vasudeva. വാസുദേവ കൃഷ്ണനാണ്. അതായത് നമ്മളൊന്ന് ട്രൈ ചെയ്യൂ, just try for that, try to worship him. എന്നിട്ട് പറയുന്നത്, even great sages are not able to control the forces of the senses as effectively as those who are engaged in the transcendental bliss by serving the lotus feet of the Lord, uprooting the deep grown desire for fruity activities. വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഈ അകത്തുള്ള ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നമ്മൾ ചെയ്ത് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് പല കാര്യത്തിനോടുമുണ്ട്. ഡീപ്പ് റൂട്ടഡാണ് പല വാസനകൾ, വാസനകൾ, കാമക്രോധ ലോഭ മോഹ മത മത്സരം എന്നൊക്കെ പറയുന്ന അനർത്ഥങ്ങൾ. ഈ അനർത്ഥങ്ങളെല്ലാം ഡീപ്ലി റൂട്ടഡാണ്. ആലിൻ്റെ വേര് പോലെ ഒരുപാട് കിലോമീറ്റർ കണക്കിന് റൂട്ട് ചെയ്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ, വെരി 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 ഡിഫിക്കൾട്ട്. അതാണ് പറയുന്നത്, ഈവൻ വലിയ സേജസിന് വരെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ, നോട്ട് അറ്റ് ഓൾ ഈസി ആസ് വി തിങ്ക്. എന്നാൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത്, ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കൺട്രോളിൽ വരും. ഗ്രാജുവലി, സ്ലോലി ആൻഡ് ഗ്രാജുവലി അത് കൺട്രോളിൽ വരും. അല്ലാതെ ആ ശുദ്ധഭക്തിയുത സേവനങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തവർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സോ വി നോ, നമുക്കറിയാം എന്താണ് ശുദ്ധഭക്തി എന്നുള്ളത്. തിയറിറ്റിക്കലി അറിയാം അല്ലേ, തിയറിറ്റിക്കലി നമ്മൾ കേട്ടിട്ടുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക്, പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും വി ആർ ട്രൈയിങ് അവർ ബെസ്റ്റ്. അങ്ങനെ ഈ പ്രോസസ്സ് ട്രൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ. മാത്രമല്ല, ആ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സെൻസസ് എല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി കൺട്രോളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. എന്നാൽ ചില സേജസ് അവർ പ്യുവർ ഡിവോഷൻ സർവീസ് പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടാവും. ചിലപ്പോൾ അവർ വെറും ധ്യാനം മാത്രം, അതിൽ ചിലവർ വെറും ജ്ഞാനയോഗം മാത്രം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ശുദ്ധഭക്തിയുടെ എലമെൻറ്റ്സ് കുറയുമ്പോൾ അവരുടെ സെൻസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളെടുക്കും പെർഫെക്ഷനിലേക്ക് എത്താൻ. മാത്രമല്ല, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാലും ഇന്ദ്രിയങ്ങൾ ചില സമയങ്ങളിൽ കൈവിട്ട് പോകാനും സാധ്യതയുണ്ട്. നമ്മളതിന് നല്ല ഉദാഹരണം ശീല പ്രഭുപാദി തന്നെ ഭഗവത്ഗീതയിലെ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വിശ്വാമിത്ര മുനിയുടെ കാര്യവും ശീല ഹരിദാസ് ഠാക്കൂറിൻ്റെ കാര്യവും രണ്ടുപേരും തമ്മിൽ വ്യത്യാസം. വിശ്വാമിത്ര മുനി സാധാരണ വ്യക്തിയല്ല, അദ്ദേഹം ആക്ച്വലി ഭഗവാന്റെ ഭക്തൻ തന്നെയാണ്. പക്ഷേ ശീല ഹരിദാസ് ഠാക്കൂറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ശീല ഹരിദാസ് ഠാക്കൂർ വാസ്
ഡയറക്ട്ലി ഡൂയിങ് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, അല്ലേ? അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഡയറക്ട്ലി ഡിവോഷണൽ സർവീസസ് ആയിരുന്നു. നവവിധ ഭക്തിയിലെ അംഗങ്ങളായിരുന്നു ശില ഹരിദാസ് ഠാക്കൂർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വിശ്വാമിത്ര മുനി അദ്ദേഹം കൂടുതലൊരു യോഗിയായിരുന്നു. അപ്പോൾ യോഗിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രോസസ്സ് അദ്ദേഹം ഫോളോ ചെയ്യുന്നു. പക്ഷേ അപ്പോൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയുടെ സെൻസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫാർ എന്താ പറയുക, മറ്റുള്ള ഏത് യോഗിക് പ്രാക്ടീസ് ചെയ്യുന്നവരെക്കാളും കൂടുതലാണ്. സെൻസ് കൺട്രോൾ ആണെങ്കിലും ആ സെൻസ് കൺട്രോൾ എന്ന് പറയുന്ന ലെവലിലേക്ക് വരിക എന്ന് പറയുന്നതും. ശില ഹരിദാസ് ഠാക്കൂറിൻ്റെ മുമ്പിൽ വേശ്യസ്ത്രീ വന്ന് പലതും ശ്രമിച്ചു, 2-3 ദിവസം ഇരുന്നു. പക്ഷേ ശില ഹരിദാസ് ഠാക്കൂർ ഒരു ഇഞ്ച് പോലും അനങ്ങിയില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീ ശുദ്ധഭക്തിയായി മാറി. അതാണ് ഉണ്ടായത്. എന്നാൽ വിശ്വാമിത്ര മുനിയുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് 10,000-കണക്കിന് വർഷങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു അദ്ദേഹം. അതുവരെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന്. പക്ഷേ പിന്നീട് മേനക വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ ശൗബരി മുനി ഭാഗവത്തിൽ പറയുന്നു, 9-ാമത്തെ സ്കന്ധത്തിൽ ശൗബരി മുനിയെക്കുറിച്ച്. ശൗബരി മുനിയും ഇതേപോലെ തന്നെ വെള്ളത്തിനടിയിൽ 10,000-കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളത്തിനടിയിൽ ഒരു ദിവസം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം 2 മത്സ്യങ്ങൾ തമ്മിൽ, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ മത്സ്യങ്ങൾ തമ്മിൽ യൂണിയൻ കണ്ടു. വെറും മത്സ്യങ്ങളുടെ യൂണിയനാണ് അദ്ദേഹം വെള്ളത്തിൽ നിന്ന് കാണുന്നത്. പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ സെൻസ് അജിറ്റേറ്റായി അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ ധ്യാനവും പോയി. അത്രയും വർഷം ധ്യാനിച്ചത് എവിടെ പോയി? അവസാനം അദ്ദേഹം വിവാഹം കഴിക്കുന്നു, അല്ലേ? ആ കഥയും കേട്ടിട്ടുണ്ട്. സോ ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ. എന്നാൽ ഹരിദാസ് ഠാക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ഓൾ ദീസ്. ബിക്കോസ് അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത് എന്തായിരുന്നു? ശുദ്ധഭക്തി, അല്ലെങ്കിൽ നവവിധ ഭക്തിയിൽ അംഗങ്ങൾ, ശ്രവണം, കീർത്തനം, സ്മരണം. ഇതാണ് ഡയറക്റ്റ് ഡിവോഷണൽ സർവീസ്. അത് ചെയ്യുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ ഉള്ളിലുള്ള എല്ലാവിധ ഡിസയറുകളും, ഭൗതികമായിട്ടുള്ള ഡിസയറുകളും അപ്രൂട്ട് ചെയ്ത് കളയുമെന്ന് പറയുന്നത്. അതായത് വേരോടെ പറിച്ച് കളയാനുള്ള ശക്തിയാണുള്ളത്. അതാണ് പറയുന്നത്. In the conditioned soul, the desire to enjoy the fruitive results of the work is so deep-rooted and it is very difficult even for the great sages to control. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. A devotee of the Lord constantly engaged in the devotional service in Krishna consciousness, perfect in self-realization, very quickly and attains liberation. So നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഭക്തിയുത സേവനങ്ങളുടെ ആക്ച്വൽ പവറിനെ കുറിച്ച്. നമ്മൾ ഇപ്പോഴും ബോധ്യവാന്മാരല്ല ആക്ച്വലി നമ്മുടെ ഒരുപാട് പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ ജന്മജന്മാന്തരങ്ങളിലെ പ്യൂരിഫിക്കേഷൻ, കൽമഷങ്ങളും അനർത്ഥങ്ങളും നമ്മുടെ ഉള്ളിലുള്ളത് കുറേയൊക്കെ പോകുന്നുണ്ട്. ആ പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ആക്ച്വലി കാര്യം അത്രയ്ക്ക് അധികം ഉള്ളത് കൊണ്ടാണ് അറിയാത്തത്. വലിയൊരു 100 കിലോയുടെ ഒരു ചാക്ക്, ആ ഒരു കടുകിൻ്റെ ഒരു ചാക്ക് എടുത്തിട്ടായിരുന്നു ഒരു 100 കടുക് മണി എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 100 കിലോൻ്റെ ചാക്കിൽ നിന്ന് 100 കടുക് മണി എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫീൽ ചെയ്യുമോ? ഇല്ല, വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല, അല്ലേ? അതുപോലെയാണ്. പക്ഷെ 100 പോയി. അത് കാര്യം ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ആ 100 കിലോയിലേക്ക്, ആ 100 കിലോ ചാക്ക് 100 കിലോ ആവുന്നത്, അതിൽ ഓരോ കടുക് മണിക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിനകത്ത്, അല്ലേ? ഓരോ കടുക് മണിയും, അതിൽ പറയുന്ന എല്ലാ കടുക് മണിയും ഒരുമിച്ച് വരുമ്പോഴാണ് ആ 100 കിലോ ആവുന്നത്. അതിൽ നിന്ന് 100 കടുക് മണി മാറ്റിയാൽ ആക്ച്വലി പറയുകയാണെങ്കിൽ കുറച്ച് പോയിട്ടുണ്ട് അതിന്ന്. പക്ഷേ നമ്മൾ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ കുറവില്ല. അതേപോലെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ അനർത്ഥങ്ങൾ അതേപോലെ 100 കിലോൻ്റെ ചാക്കല്ല, എത്ര 10,000 കിലോൻ്റെ ചാക്ക് പോലും അത്രയും വലുപ്പമുള്ള സംഭവമാണ്. സോ അതിൽ നിന്ന് കുറച്ച് പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. പക്ഷേ പോകുന്നുണ്ട്. ഒരിക്കൽ പോയത് പിന്നെ അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡിലീഷൻ തന്നെയാണ്. അത് നമ്മൾ ആലോചിച്ച് സമാധാനിക്കുക. എന്നിട്ട് ഈ പ്രോസസ്സ് ഭഗവാൻ പറയുന്ന പോലെ, ഇവിടെ ഭഗവാൻ പറയുന്ന പോലെ കോൺസ്റ്റൻ്റ്ലി വളരെ ഡിസിപ്ലിനോടുകൂടി ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി ഭഗവാൻ നോക്കിക്കോളും.
വേറെ ഒരു മനോഹരമായിട്ടുള്ള ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ദർശന ധ്യാന സംസ്പർശേർ മത്സ്യകൂർമ വിഹാൻഗമാഹ സ്വാനി അപത്യാനി പുഷ്ണന്തി തഥാഹം അഭി പത്മജ. ഇതിൽ പറയുന്നു മത്സ്യങ്ങൾ ആക്ച്വലി മത്സ്യങ്ങൾ മുട്ടയിട്ടതിന് ശേഷം അത് പിന്നെ വളരുന്നത്, മുട്ട വിരിയുന്നത് ആക്ച്വലി ധ്യാനമല്ല, നോട്ടത്തിലൂടെയാണ്. മത്സ്യം അങ്ങനെയാണത് വിരിയിപ്പിക്കുന്നത്. നോട്ടം, അതിനെ നോക്കി 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 അത് ഒരു ദിവസം വിരിയുന്നു. അതേപോലെ തന്നെ ആമയുടെ കാര്യമാണെങ്കിൽ ആമ കരയിൽ മുട്ടയിട്ട് വെള്ളത്തിൽ പോകുന്ന സമയത്ത് ആ കരയിലിട്ട മുട്ടയെ ധ്യാനിക്കുന്നു വെള്ളത്തിലിരുന്ന്. അങ്ങനെ മുട്ട അവിടെ വിരിയുന്നു. അപ്പോൾ ഉദാഹരണം ഇവിടെ പറയുന്ന ശിലപ്രഭാജി കൊടുത്തിട്ടുള്ള അനോളജി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതേപോലെയാണ് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ധാമത്തിൽ ഗോലകവൃന്ദാവനത്തിൽ ഇരിപ്പുണ്ട്, അദ്ദേഹം അവിടെയാണ്. എന്നാൽ ഒരു ഭക്തൻ കൃഷ്ണാവബോധത്തിൽ ആ ഭഗവാനെ ധ്യാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയോ സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കൃഷ്ണാവബോധത്തിൽ കാര്യങ്ങൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുകയാണെങ്കിൽ ആ ഒരു എഫക്റ്റ് നമുക്കും ഉണ്ടാവും. ആക്ച്വലി അതാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവിടെ പോവേണ്ട ആവശ്യം വരുന്നില്ല, ഇവിടെ ഇരുന്നേ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതാണ് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ അവസാനം നമുക്ക് ഇവിടെ പറയുന്ന ഒരു ബ്രഹ്മനിർമ്മാണം എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഫസ്റ്റ് സ്റ്റേജാണ്. അതായത് ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്നുള്ള മുക്തി. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ബ്രഹ്മാനന്ദത്തിലേക്ക് വരെ നമുക്ക് കിട്ടുമായിരുന്നു. ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്യോതിയിൽ പോയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം. എന്നാൽ ഇതെല്ലാം ഇതിനപ്പുറത്തുണ്ട്. ഇനി വൈകുണ്ഠധാമത്തിലേക്ക് അല്ലെങ്കിൽ ഗോലക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം വേറെയാണ്. അത് പരമാനന്ദമാണ് ആക്ച്വലി. സോ അത് ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവിടേക്കുള്ള പ്രയാണമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു ശ്ലോകം നോക്കട്ടെ. അടുത്ത ശ്ലോകം 27-28. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനോ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയാ മനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗത്തെ ചാഭയക്രോധോ യാ സദാ മുക്ത ഏവ സഃ. ശ്ലോകമാക്കിയാം ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസ്യാഭ്യന്തരചാരിണൗ യതേന്ദ്രിയാ മനോബുദ്ധിർമുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയാ ക്രോധോ യാ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസ്യാഭ്യന്തരചാരിണൗ യഥേന്ദ്രിയമനോ ബുദ്ധിർമുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധ യാ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനൗ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയ മനോബുദ്ധിർമുനിർമോക്ഷപരായണ വിഗതേച്ഛാഭയക്രോധോ യസ് സദാ മുക്ത ഏവ സ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, വിവർത്തനം വായിക്കൂ ആരെങ്കിലും ഒരാൾ? വിവർത്തനം മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാഹ്യവിഷയങ്ങളെയെല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടിയുറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
സോ ഇവിടെ ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യം 27, 28 പറയുന്നത് അഷ്ടാംഗ യോഗത്തിലൂടെ മുക്തി നേടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്പെസിഫിക്കലി ഈ 2 ശ്ലോകത്തിൽ നമ്മളിപ്പോൾ വായിച്ച 2 ശ്ലോകം. അഷ്ടാംഗയോഗം. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും. അംഗയോഗം അല്ലെ, ഈ നമ്മുടെ ധ്യാനം, ധാരണ എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് വരുന്നത്. പ്രാണായാമ, പ്രത്യാഹാര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അഷ്ടാംഗയോഗം ഇവിടെ ശില പ്രഭുപാദി പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ എന്തൊക്കെയാണെന്നുള്ളത്. സോ അതാണ് ആ യോഗ പ്രോസസ്സിലൂടെ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് നോക്കാം. ട്രാൻസ്ലേഷനിൽ ശില പ്രഭു ഷട്ടിങ് ഓൾ എക്സ്റ്റേണൽ സെൻസ് ഒബ്ജക്ട്സ്, കീപ്പിംഗ് ദ ഐസ് ആൻഡ് വിഷൻ കോൺസെൻട്രേറ്റഡ് ബിറ്റ്വീൻ ദ ഐബ്രോസ്. അതായത് പുറമേയുള്ള എല്ലാ ഇന്ദ്രിയ വസ്തുക്കളുടെയും പ്രഭാവത്തിൽ നിന്നും അതെല്ലാം കംപ്ലീറ്റ്ലി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ദൃഷ്ടി എങ്ങനെയാണ്, അതായത് 2 പുരികങ്ങളുടെ ഇടയിലുള്ള ആ ഭാഗത്തേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച്, അതേപോലെ അകത്തോട്ടുള്ള പുറത്തോട്ടുള്ള ശ്വാസോച്ഛ്വാസം എല്ലാം നിലപ്പിച്ച് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തി, അതായത് അങ്ങനെയുള്ളവർ ആഗ്രഹങ്ങളിൽ നിന്നും, അതേപോലെ ഭയം, അതേപോലെ ദേഷ്യം എന്ന് പറയുന്ന വികാരങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മുക്തി, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ മുക്തരാവും. അങ്ങനെ ഫൈനലി അവർ മുക്തിപദത്തിലേക്ക് വരുന്നു. മുക്തിപദം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള ഒന്നും ബാധിക്കാത്ത അവസ്ഥ, ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും ബാധിക്കാത്ത ഒരു അവസ്ഥയാണ് മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് കഴിഞ്ഞ ശ്ലോകത്തിലും ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് അഷ്ടാംഗ യോഗമാണ്. ഓക്കെ, ശില പ്രഭുപാദിയുടെ ഭാവാർത്ഥത്തിൽ എന്ന് പറയുന്ന നോക്കാം. ശില പ്രഭുപാദ് കി ജായ്. ബീയിങ് എൻഗേജ്ഡ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, വൺ ക്യാൻ ഇമ്മീഡിയറ്റ്ലി understand one's spiritual identity, and then one can understand the Supreme Lord by means of devotional service. ശില പ്രഭുപാദി പറയുന്നു, ഭക്തിയുത സേവനങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആധ്യാത്മിക തലത്തിലുള്ള നമ്മുടെ വ്യക്തിത്വം, ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഭഗവാന്റെ കൃപ കൊണ്ട്, ഭക്തിയുത സേവനങ്ങളിലൂടെ. When one is well situated in devotional service, one comes to the transcendental position, qualified to feel the presence of the Lord in every sphere of one's activity. This particular position is called liberation in the Supreme. ശില പ്രഭുപാദി പറയുന്നു, ആധ്യാത്മിക തലത്തിൽ അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിൽ വരിക എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് അവർ ഭക്തിയോ സേവനങ്ങൾ ചെയ്ത് അവരുടെ ആ ഒരു തലം തന്നെ മാറും. ഭൗതികമായിട്ടുള്ള തലത്തിൽ നിന്ന് അവർ അതീന്ദ്രിയ തലത്തിലേക്ക് ഉയരുന്നു. അതേപോലെ തന്നെ അങ്ങനെയുള്ളവർ അവരവരുടെ ഓരോ പ്രവൃത്തികളിലും ഓരോ ആക്ടിവിറ്റിയിലും ഭഗവാന്റെ ഒരു പ്രസൻസ് അവർ മനസ്സിലാക്കുന്നു, ഭഗവാന്റെ ഒരു സാമീപ്യം അവർ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു പൊസിഷൻ, ആ ഒരു അവസ്ഥയാണ് ഇവിടെ മുക്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ശില പ്രഭുപാദി പറയുന്നു. After explaining above principles of liberation in the Supreme, the Lord gives instruction to Arjuna as to how one can come to that position by the practice of mysticism or yoga known as Ashtanga Yoga, which is divisible into 8-fold procedure called Yama, Niyama, Asana, Pranayama, Pratyahara, Dharana, Dhyana and Samadhi. ശില പ്രഭുപാദി പറയുന്നു, ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ മുക്തിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസ്, തത്വങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അർജുനന് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് അഷ്ടാംഗ യോഗത്തിലൂടെ എങ്ങനെ ആ മുക്തിപദത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഈ ശ്ലോകങ്ങളിൽ 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ഈ അഷ്ടാംഗ യോഗം, അംഗ എന്ന് പറഞ്ഞാൽ അഷ്ട എന്ന് ഉദ്ദേശിക്കുന്നത് 8 അംഗങ്ങളുള്ള യോഗാഭ്യാസമാണത്. എന്തൊക്കെയാണ് 8 അംഗങ്ങൾ? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. 8 പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ഇതെന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പറയുന്നു, വേറെ ശ്ലോകത്തിൽ ശില പ്രഭുപാദി പറയുന്നുണ്ട്. ഇവിടെ തന്നെ പറയുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്.
നിയമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൂസ് ആൻഡ് ഡോൺസ്. നമ്മൾ പറയില്ലേ നിയമങ്ങൾ പാലിക്കുക, 4 റിലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്നത്. അതായത് നിയമങ്ങൾ, റൂൾസ്. യമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഹിബിഷൻസ്, ചെയ്യാൻ പാടില്ലാത്ത പ്രൊഹിബിഷൻസ്. നിയമം എന്ന് പറഞ്ഞാൽ റൂൾസ്. ആസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ആസന കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ എന്താ പറയുക, ഈ യോഗാഭ്യാസത്തിൽ കേട്ടിട്ടുണ്ടാവും. നമ്മൾ എന്താ ഇരിക്കുന്ന പോസ്ചർ, ബേസിക്കലി ഇരിക്കുന്ന പോസ്ചറിനെയാണ് ആസനം എന്ന് പറയുന്നത്. പ്രാണായാമം അറിയാം, ശ്വാസം കൺട്രോൾ ചെയ്യുന്നത്. ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു യോഗിക് പ്രോസസ്സിനെ പ്രാണായാമം എന്ന് പറയും. പ്രത്യാഹാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, അതായത് ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ധാരണ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി കോൺസെൻട്രേഷനോടുകൂടി. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, സമാധി, അവസാനത്തെ സ്റ്റേറ്റ്, അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു അതീന്ദ്രിയ തലത്തിലേക്ക് എത്തുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ 8 പ്രോസസ്സാണ് അഷ്ടാംഗ യോഗത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സുകളിലൂടെയും നമുക്ക് ലിബറേഷനിലേക്ക് എത്താം എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ അതാണ് പറയുന്നത്. നമ്മൾ ഭക്തിയോഗം എന്ന് പറയുന്ന സെക്ഷൻ ഭഗവത്ഗീത തുടങ്ങുന്നത് ശരിക്കും 7ാമത്തെ ചാപ്റ്റർ തൊട്ടാണ്. അതുവരെ ഭഗവാൻ പല ഓപ്ഷൻസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കർമ്മയോഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചു. പിന്നെ ഇപ്പോൾ ധ്യാനയോഗത്തെക്കുറിച്ച് പറയുന്നു. ഇനി അവസാനത്തെ ആ 6 അധ്യായങ്ങളിൽ, പ്രത്യേകിച്ചും അവസാനത്തെ 5 അധ്യായങ്ങളിൽ 13, 14, 15, 16 ഇൻക്ലൂഡിങ് 17, 5 അധ്യായങ്ങളിൽ ജ്ഞാനയോഗത്തെക്കുറിച്ചാണ് ഭഗവാൻ കൂടുതൽ പ്രതിപാദിക്കുന്നത്. നടുക്കുള്ള 6 അധ്യായങ്ങളിലാണ് ഭക്തിയോഗത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ പല പ്രോസസ്സും ഉണ്ട് ഭഗവത് സാക്ഷാത്കാരത്തിന് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സ് ഏതാണ്, ഭക്തിയോഗമാണെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ. ഇവിടെ അഷ്ടാംഗയോഗത്തെക്കുറിച്ചും ഒരു ഗ്ലിംസ്, ഒരു ചെറിയൊരു ഐഡിയ ഭഗവാൻ പറയുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹം പറയുന്നില്ലെങ്കിലും. In the sixth chapter, the subject of yoga is explicitly detailed. അടുത്ത അധ്യായത്തിൽ കുറച്ചും കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, നമ്മൾ കാണും. അഷ്ടാംഗയോഗത്തെക്കുറിച്ച് നമ്മളത് 6ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ കാണാം. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 5th it is only preliminary explain. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അടുത്ത ചാപ്റ്ററിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഭഗവാൻ പറയുന്നുണ്ട്. One has to drive out the sense objects such as sound, touch, ഫോം, ടേസ്റ്റ് ആൻഡ് സ്മെൽ ബൈ പ്രത്യാഹാര. അപ്പോൾ ഇതാണ് പ്രത്യാഹാര എന്നുള്ള പ്രോസസ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് മാറ്റി പിടിച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തി അതിനെ നിയന്ത്രിക്കുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, പ്രത്യാഹാര. ആൻഡ് കീപ് ദ വിഷൻ ഓഫ് ദ ഐസ് ബിറ്റ്വീൻ 2 eyebrows ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ദ ടിപ്പ് ഓഫ് ദ നോസ്. സോ നമ്മുടെ വിഷൻ, നമ്മുടെ ദൃഷ്ടി, നമ്മൾ നോക്കുന്നത് അതായത് ആ ഐബ്രോസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ മൂക്കിൻ്റെ ടിപ്പിൽ നോക്കി. ഇതൊക്കെ ഓരോ പ്രോസസ്സാണ് ആക്ച്വലി. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കരുത്. അത് ആ ധ്യാനം അഷ്ടാംഗയോഗം ചെയ്യുന്നവർ ചെയ്യും, ആ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നവർ. There is no benefit in closing the eyes altogether because then there is every chance of falling asleep. നമുക്ക് സംഭവിക്കുന്ന പോലെ കണ്ണടച്ച് നാമം ജപിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഉറങ്ങിപ്പോകും. അപ്പോൾ ഫുൾ ആ കണ്ണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ അഷ്ടാംഗയോഗം ചെയ്യുന്നവർ മുഴുവൻ കണ്ണടക്കില്ല, പകുതി കണ്ണ് തുറന്നിരിക്കുമായിരിക്കും. നോർ ഈസ് ദർ ബെനിഫിറ്റ് ഇൻ ഓപ്പണിംഗ് ദ ഐസ് കംപ്ലീറ്റ്ലി. കൂടുതൽ തുറന്നു വെച്ചിട്ടും കാര്യമില്ല. കാര്യം എല്ലാ സാധനങ്ങളും അവിടെ പോകുന്നതെല്ലാം ഒരു ഈച്ച പറന്നു പോയാൽ പോലും കാണും അല്ലേ. എല്ലാത്തിനോടും നമുക്കൊരു അട്രാക്ഷൻ തോന്നും അല്ലേ, നമ്മുടെ ദൃഷ്ടിയിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അവർ പകുതി അടച്ച് മൂക്കിൻ്റെ ടിപ്പിൻ്റെ ഭാഗത്തേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നത്. ദ ബ്രീത്തിങ് മൂവ്മെൻറ്റ് ഈസ് റിസ്ട്രെയിൻഡ് വിതിൻ ദ നോസ്ട്രിൽസ് ബൈ ന്യൂട്രലൈസിങ് ദ അപ്പ് മൂവിങ് ആൻഡ് ഡൗൺ മൂവിങ് എയർ വിതിൻ ദ ബോഡി. ഇതാണ് പ്രാണായാമ, അതായത് ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുക, ശ്വാസത്തെ കൺട്രോൾ ചെയ്യുന്നത്. ബൈ പ്രാക്ടീസ് ഓഫ് സച്ച് യോഗ വൺ ഈസ് ഏബിൾ ടു ഗെയിൻ കൺട്രോൾ ഓവർ ദ സെൻസസ്, refrain from outward sense objects and thus prepare oneself for revelation the supreme. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്
ഇന്ദ്രിയ വസ്തുക്കളെ ഇന്ദ്രിയങ്ങളെ അതായത് മാറ്റി നിർത്തി പൂർണ്ണമായിട്ടും അതിൽ ഫോക്കസ് ചെയ്ത് ധ്യാനിച്ച് അവർക്ക് മുക്തിയിലേക്ക് എത്താൻ സമാധിയിലേക്ക് എത്താൻ സാധിക്കുന്നു. This yoga process helps one free from all kinds of fear and anger and thus feel the presence of the super soul in the transcendental situation. അപ്പോൾ ധ്യാനയോഗത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്? ഈ പറയുന്ന അവരും അതീന്ദ്രിയ തലത്തിലെത്തുന്നു. അവർ ആ സൂപ്പർ സോളിൻ്റെ പ്രസൻസ്, അതായത് ആ പരമാത്മാവിൻ്റെ പ്രസൻസ് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അവർ ആ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇൻ അതർ വേർഡ്സ്, കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ദ ഈസിയസ്റ്റ് പ്രോസസ് ഫോർ എക്സിക്യൂട്ടിംഗ് യോഗ പ്രിൻസിപ്പിൾസ്. ശില പ്രഭുപാദ് പറയുന്നു, കൃഷ്ണ കോൺഷ്യസ് ഭക്തിയുത സേവനങ്ങൾ, കൃഷ്ണാവബോധമാണ് ഏറ്റവും എളുപ്പമുള്ള പ്രോസസ്സ്. ആക്ച്വലി ഇതൊക്കെ കുറച്ച് ഈ നമ്മൾ നേരത്തെ വായിച്ച യമനിയമ ധാരണ ധ്യാന ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. ഈസിയല്ല, അങ്ങനെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാൽ കൃഷ്ണാവബോധം ഭക്തിയുത സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി പ്രോസസ്സാണ്. മാത്രമല്ല റിസൾട്ട് വളരെ ഫാസ്റ്റാണ് ആക്ച്വലി. Krishna conscious person, however, being always engaged in devotional service, does not risk losing his senses to some other engagement. This is a better way of controlling the senses than Ashtanga Yoga. So Krishna ബോധത്തിലുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നു. കാര്യം ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനങ്ങളിലേക്ക് അവർ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ഓട്ടോമാറ്റിക്കലി കൺട്രോളിൽ വരും. അപ്പോൾ അഷ്ടാംഗ യോഗം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ വളരെ വളരെ എളുപ്പമാണ് കൃഷ്ണാവബോധത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾഡ് ആവുന്നു. എന്നാൽ അഷ്ടാംഗ യോഗത്തിൽ ഇത്രയും കഠിനമായിട്ടുള്ള പ്രോസസ്സ് ഫോളോ ചെയ്യാനുണ്ട്, പ്രാക്ടീസസ് ചെയ്യാനുണ്ട്. സോ അതത്ര ഈസി ആയിട്ടുള്ള പ്രോസസ്സല്ല എന്ന് ഇവിടെ ശീല പ്രഭുപാദി പറയുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് പോസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അവസാനത്തെ ശ്ലോകം, ഒരു ശ്ലോകം കൂടിയേ ഉള്ളൂ ബാക്കി ഈ ഒരു അധ്യായത്തിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാമത്തെ ചാപ്റ്റർ കഴിയുന്നു. അടുത്ത ശ്ലോകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വ മാം ശാന്തി മൃച്ഛതി. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. വഞ്ചാകൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശില പ്രഭുപാദ് കി ജയ്.